നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസിനെ കുറിച്ചാണ്. ഈവൻ വീട്ടമ്മമാർക്ക്, സീനിയർ സിറ്റിസൺസിന്, ഈവൻ സ്റ്റുഡൻസിന് പോലും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു ബിസിനസ്. അതായത് വളരെ മുടക്കുമുതൽ കുറവുള്ള, ഈവൻ നമുക്ക് വേണമെങ്കിൽ 500 രൂപയ്ക്കും ഈ ബിസിനസ് തുടങ്ങാം. അങ്ങനെ തുടങ്ങി നമുക്ക് പതിയെ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള മാർക്കറ്റിൽ കൊടുത്ത് അവിടെ പതുക്കെ ഒരു ചെറിയ ബിസിനസ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് പതുക്കെ വിപുലീകരിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ലൈവ് ചാറ്റിൽ പലരും വന്ന് ചോദിച്ചു, 50,000-ൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് പറയാൻ പറ്റുമോ? ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ കമന്റിൽ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഏകദേശം 150 വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. ആ ചാനലിലുള്ള വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം തുടങ്ങുക. തീർച്ചയായിട്ടും എന്ത് ബിസിനസ് അവസരം എവിടെ നിന്ന്, ഈ ചാനലിൽ നിന്നോ മറ്റുള്ള ചാനലിൽ നിന്നോ കേട്ട് കഴിഞ്ഞാൽ പോലും അതിനെക്കുറിച്ച് വിശദമായിട്ട് സ്റ്റഡി ചെയ്യണം. സ്റ്റഡിക്ക് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ബിസിനസ് വളരെ ചെറിയൊരു ബിസിനസ് ആണ്. അതാണ് ടൂട്ടി ഫ്രൂട്ടി ബിസിനസ്. ടൂട്ടി ഫ്രൂട്ടി എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. ഇനി അറിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മളുടെ ബ്രെഡില്, ഇല്ലെങ്കിൽ ഐസ്ക്രീമില്, ഇല്ലെങ്കിൽ കേക്കില്, ഇല്ലെങ്കിൽ അങ്ങനെ കുക്കീസില്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന ചുവപ്പും നീലയും പച്ചയും കളർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ടൂട്ടി ഫ്രൂട്ടി. വളരെ ടേസ്റ്റിയാണത്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും, അതിന്റെ വിപണനം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം തന്നെയാണിത്. ആദ്യം നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നല്ല പപ്പായ, വിളഞ്ഞ പപ്പായ എടുക്കുക. അത് നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കുക. പിന്നെ നീളത്തിൽ മുറിക്കുക. അതിനിടയ്ക്ക് കുരുവും അതിനിടയ്ക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കളയാൻ നീളത്തിൽ മുറിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വളരെ സ്ലൈസ് ചെയ്ത് വളരെ ചെറുതായിട്ട് ക്യൂബ് പോലെ അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി. അപ്പം അത് നമുക്ക് പറ്റും. കാരണം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക, പലതവണ കഴുകി അരിച്ച് എടുക്കുക. അതിനകത്ത് ജലാംശം മുഴുവൻ കളഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റി വെക്കുക. പിന്നെ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഈ അരിഞ്ഞ പപ്പായ ഇടുക. പപ്പായ നല്ലപോലെ തിളക്കണം. ഒരു 8-10 മിനിറ്റ് തിളക്കണം. അധികം വേവ് പാടില്ല, എന്നാൽ വേവുകയും വേണം. ഒരു സെമി വേവിൽ ആയി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിൽ പഞ്ചസാര ലായനി തയ്യാറാക്കുക. ആ പഞ്ചസാര ലായനി സ്വല്പം ലൂസായിട്ട് തന്നെ തയ്യാറാക്കുക. അതിനുശേഷം തിളച്ച് ഇരിക്കുന്ന ഈ പപ്പായയുടെ ഈ സംഭവം, അതായത് നമുക്ക് പാതി വെന്ത പപ്പായ എടുത്ത് നമ്മൾ ആ പഞ്ചസാര ലായനിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം അത് പതുക്കെ കോരി വേറെ ചെറിയ പാത്രങ്ങളിലാക്കുക. ഒരു പാത്രത്തിലാക്കിയാൽ മതി. ഇവിടെ കളർ പലത് കാണിക്കുന്നതുകൊണ്ടാണ് ചെറിയ പാത്രങ്ങളിലോട്ട് പകർന്നെടുക്കുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളേഴ്സ് ഉണ്ട്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, മാർക്കറ്റിൽ കിട്ടും, ബേക്കറികളിൽ പോലും കിട്ടും. അത് വാങ്ങിച്ച് ഇതുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ കളർ അത് അബ്സോർബ് ചെയ്ത് അതിന് ഏകദേശം ഒരു 8-10 മണിക്കൂർ വേണം അതൊന്ന് അതിനകത്ത് തന്നെ കിടക്കണം. അതിനുശേഷം നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇതാണ് വീട്ടിൽ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വെയിലത്ത് വെച്ച് ഒരു ദിവസം നല്ലൊരു വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണങ്ങി കിട്ടും. ഇനി ഇത് ഇൻഡസ്ട്രിയലായിട്ട് ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രിയലായിട്ട് ചെയ്യണമെങ്കിൽ അതിന് മെഷീനറീസും കാര്യങ്ങളൊക്കെ വേണം. പപ്പായ പീലിംഗ് മെഷീൻ വേണം, പപ്പായ ക്യൂബിംഗ് മെഷീൻ വേണം, പിന്നെ അതുപോലെ തന്നെ ഡ്രയർ വേണം. ഫ്രൂട്ട് ഡ്രയർ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, അത് വേണം. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അടിപൊളി ടൂട്ടി ഫ്രൂട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. വീട്ടിലുണ്ടാക്കിയ സാധനം ഇതുപോലെ തന്നെ വരും. അതിനുശേഷം നമ്മൾ പാക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഓഫ്ലൈൻ മാർക്കറ്റിൽ വിൽക്കാം. അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിലും അടിപൊളിയായിട്ട് വിറ്റ് നല്ല ലാഭം കൊയ്യാവുന്നതാണ്. വളരെ ചെറിയ ഒരു പ്രോസസ്സാണ് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പം, ആരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യം. നമുക്ക് വേണ്ടത് പപ്പായയാണ്. പകുതി വിളഞ്ഞ പപ്പായയാണ് നമുക്ക് ആവശ്യം. ആ പപ്പായ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇനി ഇത് എങ്ങനെ, എവിടെ വിൽക്കപ്പെടുന്നു, എങ്ങനെയാണ് ഇതിന്റെ മാർക്കറ്റ് എന്നൊന്ന് നോക്കാം.
നമ്മളിപ്പോൾ ആമസോണിലാണ് ഉള്ളത്. ആമസോണിൽ ഈ ടൂട്ടി ഫ്രൂട്ടി വിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത് 400 ഗ്രാമിന് 169 രൂപ, അതായത് 420 രൂപ കിലോയാണ് വരുന്നത്. അടുത്ത വരുന്നത് 350 ഗ്രാമിന് 99 രൂപ, കുറഞ്ഞ വിലയാണ്. 282 83 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഇവിടെ വരുന്നത് എന്താ പറയുന്നത്, പാക്ക് ഓഫ് 250 ഗ്രാമിന് വരുന്നത് 139 രൂപ, അതായത് 556 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഒരു കിലോയ്ക്ക് വില. ഇവിടെ വരുമ്പോഴത്തേക്കും 500 ഗ്രാമിന് 189 രൂപ, അതായത് 378 രൂപ. ഈ രീതിയിലാണ് ടൂട്ടി ഫ്രൂട്ടിയുടെ വില ഓൺലൈൻ മാർക്കറ്റിൽ വരുന്നത്. നമ്മൾ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് പരിശോധിക്കുകയാണ്. ഇവിടെ 400 ഗ്രാമിന് 169 രൂപ, 199 രൂപയാണ് അവരുടെ വില. അവര് ഡിസ്കൗണ്ട് കഴിഞ്ഞ് 169 രൂപയ്ക്കാണ് തരുന്നത്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ താഴോട്ടുണ്ട്, നിങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അത് റെഡി ടു ഈറ്റ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അത് വാങ്ങിച്ച് പൊട്ടിച്ച് അന്നേരം തന്നെ നമുക്ക് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. അടുത്ത ഈ വേറൊരു ടൈപ്പിലുള്ള ഒരു ബോട്ടിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ബോട്ടിലാണ്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. അത് 350 ഗ്രാം വരുമ്പോൾ 99 രൂപ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന്റെ ഡീറ്റെയിൽസും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഷെൽഫ് ലൈഫ് 12 മാസമാണ് പറയുന്നത്. അപ്പോൾ പ്രിസർവേറ്റീവ് ചേർത്ത സാധനമാണ്. നമ്മൾ പക്ഷെ ഉണ്ടാക്കുന്നത് പ്രിസർവേറ്റീവ് ചേർക്കാതെയാണ്. എങ്കിലും നമുക്ക് ഒരു 6 മാസം വരെ ഷെൽഫ് ലൈഫ് കിട്ടും എന്നാണ് ഓൾറെഡി ചെയ്യുന്നവർ പറയുന്നത്. അതുകൂടാതെ തന്നെ ഫ്രിഡ്ജിലാണ് ഇത് വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ലൈഫ് തന്നെ കിട്ടും. ഇവിടെ മൂന്നാമത് ഒരെണ്ണം കൂടെ നോക്കുകയാണ്. 250 ഗ്രാമിന്റെ പാക്കറ്റ് ആണ്, 139 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇതിന്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം വായിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ, വാങ്ങിയതിന്റെ എന്താ പറയുക ഫ്ലേവർ എങ്ങനെയുണ്ട്, അതിന്റെ ഗുണമേന്മ എങ്ങനെയുണ്ട് എന്ന് നോക്കണമെങ്കിൽ ഇവിടെ ആഡ് ടു കാർട്ടോ ബൈ നവോ കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ്. അടുത്ത ഒരെണ്ണം കൂടെ നോക്കുകയാണ്. മിനിമൽ ടൂട്ടി ഫ്രൂട്ടി 500 ഗ്രാം 189 രൂപയ്ക്കാണ് 500 ഗ്രാം ഇവിടെ കിട്ടുന്നത്. അതായത് 378 രൂപ പെർ kg വില വീഴുന്നുണ്ട്. ഇത് എന്താ പറയുന്നത് ഓർഗാനിക് ആണെന്നൊക്കെയാണ് ഇവർ ക്ലെയിം ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതിനൊക്കെ റേറ്റിംഗ്സും ഭയങ്കര കൂടുതലാണ്. അതിനകത്ത് പ്ലസ് മൈനസ് നെഗറ്റീവ് പോസിറ്റീവ് 2 റേറ്റിംഗ്സും ഉണ്ടെന്നുള്ളത് ശരിയാണ്. അത് ഓൺലൈൻ മാർക്കറ്റിൽ വിൽക്കുന്ന വില നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം 1 കിലോ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഒരു 60 രൂപയ്ക്ക് അടുത്ത് നിൽക്കും. കാരണം പപ്പായ നമുക്ക് നമ്മളുടെ സ്ഥലത്ത് തന്നെ ഉണ്ടെങ്കിൽ അത്രയും പോലും ആകില്ല. ഇനി പപ്പായ നമ്മൾ വാങ്ങിച്ചേ പറ്റുള്ളൂ എങ്കിൽ പോലും നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിർത്താൻ പറ്റും. പിന്നെ മിനിമം ടു മിനിമം നമുക്ക് വിൽക്കാൻ പറ്റുന്ന റേറ്റ്, ഓഫ് ലൈനിൽ വിൽക്കാൻ പറ്റുന്ന റേറ്റ് 90 തൊട്ട് 100 രൂപ കിലോ വരെ വിൽക്കാൻ പറ്റും. ഓൺലൈനിൽ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിനകത്ത് വലിയ ടെക്നിക്സും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതിന് വേണ്ടത് ചില ലൈസൻസുകൾ വേണ്ടി വരും. അതായത് ഫോസ്കോസ് ലൈസൻസ്, FSSI ആണ് അതിന്റെ പേര് മാറി ഫോസ്കോസ് ലൈസൻസ് വന്നിട്ടുണ്ട്, അത് വേണ്ടി വരും. അതുകൂടാതെ പാക്കർ ലൈസൻസ് വേണ്ടി വരും. പിന്നെ വരുന്നത് നമുക്ക് ലീഗൽ മെട്രോളജിയിൽ പതിപ്പിച്ച ഒരു ചെറിയ ത്രാസ് വേണ്ടി വരും. അതായത് വെയിങ് മെഷീൻ, ഇലക്ട്രോണിക് വെയിങ് മെഷീൻ തന്നെ വേണ്ടി വരും. പിന്നെ ഒരു പാക്കിംഗ് മെഷീൻ വേണ്ടി വരും. പ്ലസ് നമുക്ക് നമ്മളുടെ ബ്രാൻഡ് അടിച്ച ഒരു സ്റ്റിക്കർ. ഇത്രയൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്. വീട്ടിൽ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് ഇതെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 5000-ൽ താഴെയായിരിക്കും എമൗണ്ട് ചെലവാകുന്നത്. നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് ഇൻഡസ്ട്രിയലി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നമുക്ക് എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ എടുത്ത് നല്ല മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെ മെഷീനറികൾ വേണ്ടി വരും, എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിലാണ് ഉള്ളത്. ഇവിടെ കാണുന്നത് കൊമേഴ്സ്യൽ പപ്പായ പീലിംഗ് മെഷീൻ ആണ്. ഈ മെഷീൻ അതിന് 35,000 രൂപയെ വിലയുള്ളൂ. ഈ പ്ലസ് GST പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് പപ്പായ, അതായത് നമ്മൾ വിളഞ്ഞ പപ്പായ അതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പീൽ ചെയ്ത് അതിന്റെ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി നമുക്ക് പുറത്തോട്ട് തരുന്ന മെഷീനാണ്. ഇത് മഹാരാഷ്ട്ര കമ്പനിയുടെ മെഷീനാണ്. ഏകദേശം 40-50 കിലോ പെർ അവറിൽ, ഒരു മണിക്കൂറിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സിംഗിൾ ഫേസ് മെഷീൻ ആണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് പപ്പായ സ്ലൈസിങ്, അതായത് ക്യൂബിംഗ് മെഷീൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പം ആ സാധനം, അതായത് ടൂട്ടി ഫ്രൂട്ടിയുടെ ആ ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന മെഷീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് 200 തൊട്ട് 500 കിലോ വരെ ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 1,15,000 രൂപയാണ് ഇതിന്റെ വില. ഇത് യൂണിവേഴ്സൽ എഞ്ചിനീയേഴ്സ് ഉത്തർപ്രദേശാണ്. ഇത് നമുക്ക് ഓൾറെഡി 200 തൊട്ട് 500 കിലോ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇനി അത് കൂടാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പപ്പായ ടൂട്ടി ഫ്രൂട്ടി പ്ലാന്റ് എല്ലാ പരിപാടികളും ചെയ്യുന്ന മെഷീൻ, അതായത് ക്ലബിങ്, സ്ലൈസിങ് എല്ലാം ചെയ്യുന്ന മെഷീനാണ് ഇത്. 500 കിലോ
പെർ അവറിൽ ഇതും ചെയ്യും. ഇതിനകത്ത് വരുമ്പോഴത്തേക്കും 1.5, അതായത് 1.5 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. പ്ലസ് ഇതിന്റെ ടാക്സും കാര്യങ്ങളും ഒക്കെ വരും. ഇനി നമുക്ക് വേണ്ടത് ഡ്രയർ ആണ്. അതായത് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആക്കാൻ എപ്പോഴും സൂര്യപ്രകാശത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യം നടന്നില്ല എന്ന് വരും. ഒരു കൊമേഴ്സ്യലി നമ്മൾ ചെയ്യുമ്പോൾ ഡ്രയർ തന്നെ ആവശ്യമുണ്ട്. ഇതിന് ഡ്രയർ ഉണ്ട്. 1,25,000 രൂപയുടെ ഡ്രയർ ആണിത്. ഇത് 12 ട്രേ ടു 96 ട്രേ സിംഗിൾ ഡോർ ഡ്രയർ ആണ് വരുന്നത്. അപ്പൊ റേറ്റ് വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ അവരോട് തന്നെ കൃത്യമായിട്ട് അന്വേഷിച്ചറിയണം. ഇനി അതിലും കുറഞ്ഞ, അതായത് അത്രയും കോസ്റ്റ് നമുക്ക് മുടക്കാനില്ലെങ്കിൽ അതിലും കുറഞ്ഞ ഫ്രൂട്ട് ഡീഹൈഡ്രേറ്റർ ഉണ്ട്. 35,000 രൂപയുള്ളതിന്റെ വില. ഇവിടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവരോട് അന്വേഷിച്ച് ബാക്കി കാര്യങ്ങൾ തിരക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൊമേഴ്സ്യലി നമുക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. അല്പം കോസ്റ്റ്ലി ആകുന്ന, കാരണം എങ്ങനെ പോയാലും നമുക്കൊരു 3-4 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ആകുന്ന ഒരു പരിപാടിയാണ്. ഇനി അഥവാ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് വളരെ 1 രൂപ പോലും, അതായത് മിഷനറിക്ക് വേണ്ടി 1 രൂപ പോലും മുടക്കാതെ, കറണ്ട് ചാർജ് 1 രൂപ പോലും മുടക്കാതെ നമുക്ക് നമ്മളുടെ സൗകര്യത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ. ചില പാത്രങ്ങൾ വേണ്ടി വരും, വലിയ പാത്രങ്ങൾ വേണ്ടി വരും, പിന്നെന്താ പാക്കിങ്ങിന്റെ കുറെ സാധനങ്ങൾ വേണ്ടി വരും, പാക്കിങ്ങിന്റെ മെഷീൻ വേണ്ടി വരും, പാക്കിംഗ് കവേഴ്സ് വേണ്ടി വരും, സ്റ്റിക്കർ വേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ മെഷീനറികളെ കുറിച്ച് കണ്ടു, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു, പിന്നെ ഇൻഡസ്ട്രിയൽ മെഷീൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇറക്റ്റ് ചെയ്യുമ്പോൾ അവർ തന്നെ വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു ബിസിനസ് ഐഡിയ ആണ്. വീട്ടമ്മമാർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന 500 രൂപ കേവലം മുടക്കി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ. വേണമെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ മുടക്കി നല്ല രീതിയിൽ ബിഗ് ബജറ്റ് ആയിട്ട് തുടങ്ങുകയും ചെയ്യാം. എന്തുകൊണ്ടും നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഇതിന് സ്കാർസിറ്റി ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പല കടകളിലും തിരക്കിയിട്ട് ഈ സാധനം അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ ഉണ്ടാക്കി സെയിൽ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രം മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.